ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് പന്നിയിറച്ചി വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച ഞാൻ ചെയ്യുന്ന ആ ഒരു റെസിപ്പി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചേട്ടോ. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പന്നിയിറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കെട്ടിയവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മക്കൾക്ക് വലിയ പ്രിയമില്ല. എന്നാലും ബീഫ് ഫ്രൈ ആണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് പറ്റിക്കാറുണ്ട്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പന്നിയിറച്ചി ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ രണ്ട് രീതിയിലാണ് ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയും ഭയങ്കര എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ രണ്ട് മെത്തേഡ് ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും ഭയങ്കര ടേസ്റ്റുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്, പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ പന്നിയിറച്ചിക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ കുക്കറിലോട്ട് ഇടണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട്, എനിക്ക് ഒത്തിരി വലുതാക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. വൃത്തിയാക്കി നല്ല രീതിയിൽ ഇങ്ങനെ കുക്കറിലോട്ട് ഇട്ടിട്ട് കുക്കറിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് എന്നിവയാണ് ഇടുന്നത്. ഇതെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ എത്രയാണ് നിങ്ങൾ ഇടുന്നത്, ഇറച്ചി കൂടുന്നതനുസരിച്ചല്ലേ നമ്മൾ മസാലയൊക്കെ കൂട്ടി ഇടുന്നത്. അതുപോലെ ഇടണം. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് ഇറച്ചിക്കറി വെക്കുന്നത് ആ ഒരു രീതിയിൽ ഇടുക. പിന്നെ ഇതിനകത്ത് ഗരം മസാല ഞാൻ ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. വീഡിയോ കിട്ടിയില്ല, ആ സമയത്ത് വീഡിയോ പിടിച്ചില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും റെക്കോർഡായിട്ടില്ലായിരുന്നു. എന്നിട്ട് നല്ല രീതി ഈ പരുവത്തി നല്ല രീതി കൈ വെച്ച് തന്നെ ഞവടണം കേട്ടോ. എന്നിട്ട് സമയമുണ്ട്, ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. സമയമില്ലെങ്കിൽ എന്നെ പോലെ നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് അങ്ങോട്ട് വിസിലിടുക. ഇതിന് പന്നിക്ക് നല്ല വേവ് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ വേവണം. അതുകൊണ്ട് നിങ്ങളുടെ കുക്കറിൽ എത്രയാണോ വിസിലിട്ടത്, ഞാനൊരു 6-7 വിസിലിട്ടിട്ടുണ്ട്. എൻ്റെ കുക്കറിൽ 6-7 വിസിലിട്ടാലേ പന്നി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് വെന്ത് കിട്ടത്തോളം എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് വേവിച്ചെടുത്തത്. അപ്പം നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മൾ ആവിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ പന്നിയിറച്ചി ഏത് പരുവായെന്ന് നിന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തി നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് നമ്മൾ ഒന്ന് അരപ്പ് ജസ്റ്റ് പൊടികൾ മാത്രം ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് വെറുതെ വിസിലിട്ടെടുത്തതാണ്. അപ്പം അതിൻ്റെ ആ കൊഴുപ്പ് മാത്രം ഇങ്ങനെ ഇറങ്ങി വെള്ളം ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫ്രൈ ചെയ്യുന്നതിനകത്ത് വെള്ളം ഒഴിക്കാനേ പാടില്ല. ഇനി ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസാണ് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചവയ്ക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ശകലം കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം എനിക്ക് കണക്കുകളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് അങ്ങോട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകിന് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളിയുടെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത്, അതായത് പച്ച ഒരു സ്മെല്ലുണ്ടല്ലേ, അതൊക്കെ കൊണ്ട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കും. ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരി എങ്ങനെയാണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം ശകലം ഉപ്പിട്ട് കൊടുക്കും. അതാകുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ എളുപ്പത്തിനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ഇറച്ചിക്ക് ഉപ്പിട്ട് വേവിച്ചിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് ഒരു അടപ്പിട്ടങ്ങ് അടച്ച് വെക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. ഈ ഒരു പരുവത്തി വാടിയാൽ മതി, ബ്രൗൺ കളർ ആവേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടാണ് മെയിൻ ഐറ്റം കേട്ടോ, നമ്മുടെ കുരുമുളകാണ് മെയിൻ താരം ഇവിടുത്തെ. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ആളാണെങ്കിൽ ഉറപ്പായിട്ടും കുരുമുളക് ഒരു ഇച്ചിരി അധികം നിൽക്കണം കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറൊന്നുമില്ല, എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കാനുള്ളതാണ്. എൻ്റെ മക്കളല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഷ്ണം പോലും എടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കുരുമുളക് കുറച്ചാണ് ഇട്ടത്. പക്ഷേ ഇതിൻ്റെ മെയിൻ താരം കുരുമുളകാണ്. ആ എണ്ണയിൽ കിടന്ന കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുക സ്മെല്ല് വരുമ്പോൾ തന്നെ കേട്ടോ. എന്നുവെച്ചാൽ ആ എണ്ണയിൽ കിടന്ന് കുരുമുളക് ഇങ്ങനെ വറുക്കുമ്പോൾ, നമ്മൾ സാധാരണ പൊടികളൊക്കെ അല്ലേ എണ്ണയിൽ വറുക്കുന്നത്, ഇത് കുരുമുളക് എണ്ണയിൽ വറുക്കുമ്പോൾ ഒരു പ്രത്യേക വേറൊരു സ്മെല്ലാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ഇറച്ചിയെല്ലാം അതുപോലെ അത് വടിച്ചങ്ങോട്ട് ഇടുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ ഇങ്ങനെ എടുത്താൽ മാത്രമേ ഞാൻ പറയുന്ന ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ഗുണവും പോവും, ടേസ്റ്റും പോവും, വേറെ ടേസ്റ്റായി പോകും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം അങ്ങോട്ട് വേവിക്കണം. വെള്ളം ചേർത്തില്ലേലും ഇതിൽ ആ കൊഴുപ്പൊക്കെ ഇങ്ങനെ നിന്ന് നല്ല രീതി വെന്ത് കിട്ടാനുള്ള വെള്ളം കണക്ക് അതുപോലെ ആ കൊഴുപ്പ് ഇങ്ങനെ വെന്തിറങ്ങിയിട്ടുണ്ടായിരിക്കും. നല്ല ടേസ്റ്റാണ്. വെള്ളം ചേർക്കാതെ നമ്മൾ വേവിച്ച് പറ്റിച്ചെടുക്കണം. അതായത് ഒരു ഫ്രൈ പരുവത്തിലാക്കിയെടുക്കണം. അതുപോലെ ഒരു ശകലം സാവകാശം അതിന് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അതായത് പന്നി ഫ്രൈ ചെയ്യുന്നത്, പോർക്ക് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, വേറെ മെത്തേഡിൽ വല്ലതും ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും
ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പവുമാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നമ്മുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ജോലി തീരണം, പക്ഷേ ടേസ്റ്റായിട്ട് സാധനം ഉണ്ടാക്കുകയും വേണം. അതല്ലേ നമ്മളെല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറയാം, ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാനും പറ്റും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പന്നിയിറച്ചി കൂട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ലാസ്റ്റ് ഏകദേശം പരുവമായി വരുമ്പോഴത്തേനും ഇതാ ഈ ഒരു രീതിയിൽ വരും കേട്ടോ. അതിനുശേഷം പിന്നെയും ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് കരിവേപ്പിലയൊന്ന് ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ദാ ഇതുപോലെ തുറക്കുമ്പോൾ തന്നെ നല്ല മണവുമായിരിക്കും, നല്ല രുചിയുമായിരിക്കും കേട്ടോ. ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട് ഇടയിൽ കൂടെ. ആ തെളിഞ്ഞ് നിൽക്കുന്ന അതിൻ്റെ കൊഴുപ്പാണ് കേട്ടോ. അതങ്ങനെ തന്നെ നിൽക്കും, നമ്മൾ കറി തീർന്നാലും അതങ്ങനെ തന്നെ നിൽക്കും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബായ്.